ദേശീയപാതയുടെ വീതി കൂട്ടി നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. രാത്രി കാലങ്ങളിലാണ് കൂടുതൽ നിർമ്മാണവും നടക്കുന്നത്. ആ സമയത്ത് തൊഴിലാളികൾ തന്നെ അവരുടെ കയ്യിലുള്ള ഈ ചുവന്ന സിഗ്നൽ കാണിച്ചുകൊണ്ട് വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയോ അല്ലെങ്കിൽ വഴിതിരിച്ചു വിടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എങ്ങനെ ആ സമയത്ത് കൃത്യമായി ഈ ഗട്ടർ സ്ഥാപിക്കുമ്പോൾ എങ്ങനെ ഈ പിക്കപ്പ് വാൻ അതിനുള്ളിലൂടെ കടന്നുപോയി എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഏതായാലും കൃത്യ പിക്കപ്പ് വാനിന്റെ മുകളിലേക്കാണ് ഈ ഒരു ഗട്ടർ വന്ന് വീണതും ഈ ദാരുണാന്ത്യം ഈ ഒരു വലിയ അപകടം ദുരന്തം ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് ഒന്നുകിൽ അനാസ്ഥയാണ്, അല്ലെങ്കിൽ പിക്കപ്പ് വാൻ, അല്ലെങ്കിൽ ഇത് മറികടന്ന് പോയതാകാം. അതെല്ലാം തന്നെയും ഇനി വരുന്ന മണിക്കൂറുകൾ മാത്രമേ നമുക്ക് വ്യക്തമാകുകയുള്ളൂ. സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഇത്തരം ഗട്ടറുകൾ സ്ഥാപിക്കുമ്പോൾ പൂർണ്ണമായും വാഹന നിയന്ത്രണം നടത്തിയ ശേഷമാണ് സ്ഥാപിക്കാറുള്ളത്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത് കാര്യത്തിൽ ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ നിലംപതിച്ച ഗട്ടർ അതെല്ലാം തന്നെയും കട്ട് ചെയ്ത് അറുത്ത് മാറ്റാനുള്ള ശ്രമം ഇപ്പോൾ പുരോഗമിക്കും, നമുക്ക് കൃത്യമായി കാണാം. എന്തായാലും വലിയ ദാരുണമായ സംഭവമാണ് ഈ അരൂർ ചന്ദ്രൂർ ഭാഗത്ത് ഉണ്ടായത്. വർഷ അതാണ് ഈ ഒരു സമയം, അതായത് ഈ 2 മണി സമയം എന്നുള്ള സ്വാഭാവികമായും വാഹനങ്ങളുടെ തിരക്ക് കുറഞ്ഞൊരു സമയമാണ്. പക്ഷേ കൂടുതൽ തിരക്കുള്ള സമയമായിരുന്നെങ്കിൽ ഇനിയും ആ അപകടത്തിന്റെ ആഘാതം കൂടുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ അധികൃതരുടെ വീഴ്ച കൂടി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നിലവിൽ രക്ഷാപ്രവർത്തനം എങ്ങനെ? ഇപ്പോൾ ഈ പിക്കപ്പ് വാൻ എടുത്തു മാറ്റുകൂടി തന്നെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ മറ്റുള്ള ആരും തന്നെ ഇതിൽ അകപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ നിർമ്മാണ തൊഴിലാളികളും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് സ്ഥിരീകരിക്കാവുന്ന വിവരമല്ലേ സിബി? ഇപ്പോൾ നിലവിൽ നിർമ്മാണ തൊഴിലാളികൾ ആരും തന്നെയും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ അപകടത്തിൽപ്പെട്ടു മരിച്ചു എന്നതിനപ്പുറമായി മറ്റൊരു വാർത്തകളോ അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടുകളോ നമുക്ക് ലഭിക്കുന്നില്ല. ഇതിന്റെ ഈ ഗട്ടറിന്റെ അടിയിൽ മറ്റാരും തന്നെ ഇല്ല എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസും ഫയർഫോഴ്സും ഉള്ളത്. ഇനിയിപ്പോൾ ഈ ഗട്ടർ അത് മുറിച്ചു മാറ്റുക എന്നുള്ളൊരു ശ്രമകരമായ ദൗത്യം തന്നെയാണ്. അത് മണിക്കൂറുകൾ നീണ്ട ദൗത്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വലിയ കൂറ്റൻ ഗട്ടറാണ്. ഈ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപിക്കുന്ന വലിയ ഗട്ടർ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിന്റെ കമ്പിയും മറ്റുമെല്ലാം തന്നെയും അറുത്ത് മുറിച്ചു മാറ്റി ഈ ഗട്ടർ മാറ്റുക എന്നുള്ളത് വലിയ ശ്രമകരമായ ദൗത്യമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഗട്ടർ ഉയർത്തുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി അവിടെ കൂടുതൽ തൊഴിലാളികൾ എത്തിയിട്ടുണ്ട്. തൊഴിലാളികൾ എത്തിക്കൊണ്ട് ഈ ഗട്ടർ യഥാർത്ഥത്തിൽ മുറിച്ചു മാറ്റുന്ന പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ മറ്റാരും തന്നെയും ഇതിൽ അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഈ ഗട്ടർ പൂർണ്ണമായും ഉയർത്തി മാറ്റിയാൽ മാത്രമേ ഇതിൽ ഇനി ആരെയും ഉണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം ഒരു പൂർണ്ണമായ വ്യക്തത വരികയുള്ളൂ. നിലവിൽ മറ്റാരും അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസും ഫയർഫോഴ്സും ഉള്ളത്. മാത്രമല്ല ഇനി കൂടുതൽ ക്രെയിനുകൾ എത്തിക്കേണ്ട ആവശ്യകത അതെങ്ങനെയാണ്? ഇപ്പോൾ നിലവിൽ 2 ക്രെയിനുകളുണ്ട്. ആ ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഉയർത്തി മാറ്റാൻ കഴിയും. അത് മാത്രമല്ല ഈ കമ്പികളും ഈ ഗട്ടറിന്റെ കമ്പികളും മറ്റുമെല്ലാം തന്നെയും മുറിച്ച് ഇത് മാറ്റാനുള്ള ശ്രമം കൂടി അവിടെ പുരോഗമിക്കുകയാണ്. അത്തരത്തിൽ ഇവ പൂർണ്ണമായും റൂട്ടിൽ നിന്നും മാറ്റേണ്ടതുണ്ട്. മാറ്റിയാൽ മാത്രമേ മറ്റുള്ള നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു അപകടം സംഭവിച്ചത് ഈ ഒരു പൂർണ്ണമായും ജാക്കി തെന്നി മാറിയാണ് ഇത് ഈ ഒരു ഗട്ടർ താഴേക്ക് നിലംപതിച്ചത്. അതുകൊണ്ട് തന്നെ അത് ഇനിയിപ്പോൾ ഈ ഒരു ഗട്ടറുകൾ മറുത്ത് മുറിച്ചു മാറ്റി പിന്നീട് അത് ക്രെയിൻ ഉപയോഗിച്ച് തന്നെയാണ് ഉയർത്താൻ കഴിയുള്ളൂ. മനുഷ്യർക്ക് അല്ലെങ്കിൽ മനുഷ്യസാധ്യമായ ഒരു കാര്യമല്ല ഈ ഗട്ടർ ഉയർത്തി മാറ്റുക എന്നുള്ളത്. അത് ക്രെയിൻ ഉപയോഗിച്ച് തന്നെ ഉയർത്തി മാറ്റും. ഇപ്പോൾ നിലവിൽ 2 ക്രെയിനുകൾ എത്തിയിട്ടുണ്ട്. ആ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്പം ഉയർത്തിയാണ് ഈ വാഹനം പുറത്തേക്ക് എടുത്തത്. സമാനമായ രീതിയിൽ ഇത് മുറിച്ച് പല പല കഷ്ണങ്ങളാക്കി ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് മാറ്റുക എന്ന രീതിയിലേക്ക് ആയിരിക്കും ഇനിയിപ്പോൾ വരും മണിക്കൂറിൽ ഈ ദൗത്യം മുന്നോട്ട് പോകുക. അതായത് ഇത് പൂർണ്ണമായും ഗട്ടറുകൾ മാറ്റേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഈ ദേശീയപാതയിലുള്ള ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയൂ. എന്തായാലും ഈ ദേശീയപാതയിലുള്ള ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ഭാഗത്തുള്ളത് ചേർത്തല എക്സ്പ്രസ് ജംഗ്ഷനിൽ നിന്നും വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആലപ്പുഴ എറണാകുളം ഭാഗത്തുള്ള വാഹനങ്ങൾ ഇത്തരത്തിൽ അരൂർ ഭാഗത്തും വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. അതായത് എന്തായാലും ഇനി കൂടുതൽ സമയം വേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇല്ല. സ്വാഭാവികമായും ഇനി ഈ ഗതാഗത നിയന്ത്രണം എപ്പോൾ വരെയാണ് എന്നുള്ളത് ഒരു അനിശ്ചിതത്വത്തിലാണല്ലേ? തീർച്ചയായും ഗതാഗത നിയന്ത്രണം ഇനിയിപ്പോൾ മണിക്കൂറുകൾ വേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ ഗട്ടറുകൾ പൂർണ്ണമായും
മാറ്റണം. കൃത്യമായി ദേശീയപാതയ്ക്ക് നടുവ് തന്നെയാണ് ഈ ഒരു ഗഡർ വന്ന് വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേശീയപാതയിൽ നിന്നും വാഹനം കടന്നു പോകുന്ന പാതയിൽ നിന്ന് തന്നെ ഈ ഗഡറുകൾ പൂർണ്ണമായും മാറ്റിയാൽ മാത്രമേ ഇനി അവിടെ ഒരു ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുള്ളൂ. അതിനുവേണ്ടിയുള്ള മണിക്കൂറുകൾ നീണ്ട പരിശ്രമമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും മണിക്കൂറുകൾ നീളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇതെല്ലാം തന്നെയും ഈ ക്രെയിനുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് മാറ്റണം. അതിനുശേഷം മാത്രമേ ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗതാഗത നിയന്ത്രണം ഇനിയിപ്പോൾ മണിക്കൂറുകൾ വേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ രണ്ട് ഭാഗങ്ങളായി, ഒന്ന് എറണാകുളത്ത് വരുന്ന വാഹനങ്ങൾ അരൂരിൽ നിന്നും വഴിതിരിച്ചു വിടുകയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മേഖലയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ചേർത്തല എക്സ്റേ ജംഗ്ഷനിൽ നിന്നും വഴിതിരിച്ചു വിടുകയാണ്. മറ്റുള്ള തീരദേശ പാതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വഴി ഇത്തരത്തിൽ വാഹനം കടത്തിവിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപിച്ച ഗഡർ, ആ താഴെ വീണ ഗഡർ, അത് ഇനിയിപ്പോൾ മുറിച്ച് ഇത്തരത്തിൽ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് മാറ്റുക എന്നുള്ള ശ്രമകരമായ ദൗത്യമാണ് വേണ്ടത്. അതിനുള്ള അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ ഉയരപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അധികൃതർ അവിടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ? അവിടെ നിരവധി പേർ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ MLA ദിലീപ് അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെയും എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത്, എങ്ങനെയാണ് ഉണ്ടായതെന്ന കാര്യത്തിലെല്ലാം തന്നെയും അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയും അത് പരിശോധിക്കുകയുമാണ്. എന്തായാലും ആദ്യത്തെ ഒരു ഘട്ടം, അല്ലെങ്കിൽ ആദ്യ തന്നെ അവർ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു പൂർണ്ണമായും ഇതിന്റെ ഭാഗമായി അവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തന ഭാഗമായി ആ ഡ്രൈവറെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഗഡറുകൾ മാറ്റാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്, ഏത് രീതിക്കാണ് ഈ അപകടമുണ്ടായത്, ഈ പുലർച്ചെ 2:30 സമയത്ത് വാഹനത്തിന്റെ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നോ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ഇനി നിരവധി ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം നൽകേണ്ടി വരും. അല്ലെങ്കിൽ കൃത്യമായ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ദേശീയപാതയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ദേശീയപാതയിൽ ഗഡറുകൾ സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിൽ സുരക്ഷയും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഗതാഗത നിയന്ത്രണം നമുക്ക് ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അത് തന്നെ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ പറയാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഈ അപകടം ഉണ്ടായി, എങ്ങനെ അപകടം ഉണ്ടായി, ഏത് രീതിയിലുള്ള അശ്രദ്ധ മൂലമാണ് അപകടം ഉണ്ടായത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തത വേണ്ടിവരും. ഇതിന്റെ ഭാഗമുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഉദ്യോഗസ്ഥരടക്കം ഇങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തുന്നേ ഉള്ളൂ. കൂടുതൽ തൊഴിലാളികൾ എത്തിയിട്ടുണ്ട്. നാട്ടുകാരെല്ലാം തന്നെയും ആദ്യ ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ ആ നാട്ടുകാർ കൂടുതൽ പേരും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു ഗഡറുകൾ മാറ്റാനുള്ള ശ്രമം ഇപ്പോൾ കൂടുതൽ തൊഴിലാളികൾ എത്തിക്കൊണ്ട് അത് മുറിച്ചു മാറ്റാനുള്ള ശ്രമം എല്ലാം തന്നെയും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷ.